റിയോ ഒളിമ്പിക്സിൽ തനിക്കേറ്റ ദുരനുഭവത്തിന് അത്ലറ്റിക് ഫെഡറേഷന് പങ്കില്ലെന്ന് ഒ.പി. ജയ്ഷ. വെള്ളം നൽകരുതെന്ന് പറഞ്ഞത് കോച്ചായിരിക്കുമെന്നും ജയ്ഷ പറഞ്ഞു. അത്ലറ്റിക്സിൽ നിന്നും ഉടൻ വിരമിക്കില്ലെന്നും ഇനി മാരത്തണിൽ പങ്കെടുക്കില്ലെന്നും ജയ്ഷ വ്യക്തമാക്കി. നിക്കോളായ്ക്ക് കീഴിൽ ഇനി പരിശീലനത്തിനില്ലെന്നും ഒ.പി. ജയ്ഷ പീപ്പിളിനോട് പറഞ്ഞു. റിയോ ഒളിമ്പിക്സിൽ മാരത്തണിൽ മത്സരിക്കുമ്പോൾ ഒ.പി. ജയ്ഷയ്ക്ക് വെള്ളം നിഷേധിച്ചതിൽ അത്ലറ്റിക് ഫെഡറേഷൻ അല്ല കുറ്റക്കാരെന്നും ഫെഡറേഷനെ താൻ കുറ്റം പറഞ്ഞിട്ടില്ലെന്നും ഒ.പി. ജയ്ഷ. എന്നാൽ ഫെഡറേഷൻ കോച്ചിനോട് വെള്ളം വേണമോ എന്ന് ചോദിച്ചിരിക്കാമെന്നും അദ്ദേഹം വെള്ളം വേണ്ടെന്ന് പറഞ്ഞു എന്നുമാണ് ജയ്ഷയുടെ വാദം. ഇത്രയും പരിചയസമ്പത്തുള്ള കോച്ച് നിക്കോളായ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നതിനെക്കുറിച്ച് തനിക്കറിയില്ലെന്നും ജയ്ഷ പറഞ്ഞു. ഫെഡറേഷന് അവിടെ വെള്ളം വെക്കാനുള്ള അധികാരമില്ല. കാരണം കോച്ചാണ് എന്നെ ട്രെയിൻ ചെയ്തത്. അപ്പം കോച്ചിനാണ് കറക്റ്റ് അറിയുന്നത് എനിക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം അവരുടെ വത്സൻ സാറാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവരുടെ മര്യാദയ്ക്ക് ചോദിച്ചായിരുന്നു. പിന്നെ വെള്ളം വെക്കണോ വെക്കണ്ടോ എന്നുള്ള കാര്യം കോച്ചിനോട് ഡിസ്കഷൻ ചെയ്തപ്പോൾ കോച്ച് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം പിന്നെ അവിടെ വെള്ളം വെക്കാതിരുന്നതാണ്. എനിക്ക് അവസാനമായിട്ട് എല്ലാ ചാനലുകളിൽ നിന്നും വത്സൻ സാറിൽ നിന്നും കിട്ടിയ പ്രതികരണം അതായിരുന്നു. ഫിനിഷിംഗ് പോയിന്റിലെത്തി തളർന്നു വീണിട്ടും തനിക്ക് വെള്ളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് താൻ ഒളിമ്പിക്സിൽ നിന്ന് വിരമിക്കാൻ പോകുന്നു എന്ന വാർത്ത തെറ്റാണെന്നും എന്നാൽ മാരത്തണിൽ നിന്ന് വിരമിക്കുന്നു എന്നും പകരം 1500 മീറ്റർ ഓട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഒ.പി. ജയ്ഷ പറഞ്ഞു. സ്പോർട്സ് ഡെസ്ക്. RSSനെതിരായ മാനനഷ്ടക്കേസിൽ മലക്കം മറിഞ്ഞ രാഹുൽ ഗാന്ധി. മഹാത്മാഗാന്ധി വധത്തിനു പിന്നിൽ RSS ആണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി. എന്നാൽ RSSലെ ചിലരാണ് വധം നടത്തിയതെന്നും രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ പറഞ്ഞു. മഹാത്മാഗാന്ധി വധത്തിനു പിന്നിൽ RSS ആണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ മാനനഷ്ട കേസിലാണ് പുതിയ വഴിത്തിരിവ്. RSS ആണ് വധത്തിനു പിന്നിലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രാഹുൽ ഗാന്ധി അറിയിച്ചു. അതേസമയം RSSുമായി ബന്ധപ്പെട്ട ചിലരാണ് വധം നടത്തിയത്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായി. RSS അല്ല വധത്തിന് പിന്നിലെന്ന് രാഹുൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കേസ് ഹർജിക്കാരന് പിൻവലിക്കാമെന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. ഇക്കാര്യത്തിൽ തുടർവാദത്തിനായി അടുത്ത മാസം 1 കേസ് മാറ്റി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മഹാരാഷ്ട്രയിലെ ഭിവാണ്ടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഗാന്ധിവധത്തിനു പിന്നിലെ RSS ബന്ധം രാഹുൽ ആരോപിച്ചത്. ഇതിനെതിരെ സംഘപരിവാർ പ്രവർത്തകനായ രാജേഷ് കുന്ദ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. രാഹുലിന്റെ പ്രസംഗം RSSന് മാനഹാനി ഉണ്ടാക്കിയെന്ന് ഹർജിക്കാരൻ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നമുക്ക് ജാതിയില്ല മതമില്ല എന്ന സന്ദേശവുമായി CPIഎമ്മും സാംസ്കാരിക സംഘടനകളും സംഘടിപ്പിച്ച നമ്മളൊന്ന് ഘോഷയാത്ര കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്. നവോത്ഥാന നായകരുടെ സന്ദേശങ്ങൾ അനശ്വരമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഘോഷയാത്ര. വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, ഘോഷയാത്ര എപ്പോഴാകും സമാപിക്കുക? വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തമാണോ കാണാൻ കഴിയുന്നത്? ജോഷില, ഘോഷയാത്ര എപ്പോഴാകും സമാപിക്കുക? ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെയാണോ ഘോഷയാത്രയ്ക്കുള്ളത്? ഘോഷയാത്ര ആരംഭിച്ചത് നമുക്ക് ജാതിയില്ല മതമില്ല എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വിളംബരത്തെ അടിസ്ഥാനമാക്കി വിളംബരത്തിന്റെ 100ാം വാർഷികം ആചരണത്തിന്റെ ഭാഗമായി CPIഎമ്മും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളും ക്ലബ്ബുകളും അടക്കം സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര അല്പസമയത്തിനകം ഇവിടെ ബക്കളത്ത് സമാപിക്കും. ബക്കളത്ത് ഘോഷയാത്രയുടെ സംഗമം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സമാപന പൊതുസമ്മേളനം CPIഎം ജില്ലാ സെക്രട്ടറി P.J. രാജൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക ഘോഷയാത്രയിൽ നവോത്ഥാന നായകന്മാരുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ചട്ടമ്പിസ്വാമി ദിനാചരണം, ഇതിന്റെയൊക്കെ ഭാഗമായാണ് സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് CPIഎമ്മും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളും ഒത്തുചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തെ മതനിരപേക്ഷമായി നിലനിർത്തുക, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക, അതുപോലെ തന്നെ കേരളത്തെ വർഗീയ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കുക, വർഗീയതയെ ചെറുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് CPIഎമ്മും സാംസ്കാരിക സംഘടനകളും ക്ലബ്ബുകളും അടക്കം ഇത്തരത്തിലൊരു ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഘോഷയാത്ര ഇവിടെ എത്തിച്ചേരും. കടമ്പേരി സ്കൂളിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ഘോഷയാത്ര അല്പസമയത്തിനകം ബക്കളത്ത് സംഗമിക്കും. ബക്കളത്തായിരിക്കും CPIഎം ജില്ലാ സെക്രട്ടറി P.J. രാജൻ ഘോഷയാത്രയുടെ സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമാപന പൊതുയോഗ സ്ഥലത്ത് ഘോഷയാത്ര കാണാനായി എത്തിയിരിക്കുന്ന കാണികളെയാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഇവിടെ മാത്രമല്ല, ജില്ലയിലെമ്പാടും മട്ടന്നൂർ, തളിപ്പറമ്പ്,
അതുപോലെ തന്നെ ഇരിട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലും കൂത്തുപറമ്പിലും തലശ്ശേരിയിലും ഇത്തരത്തിൽ ഘോഷയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. 305 കേന്ദ്രങ്ങളിലായിട്ടാണ് ജില്ലയിൽ സാംസ്കാരിക ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നവോത്ഥാന നായകന്മാരുടെ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്ലക്കാർഡുകളും ഏന്തിയ സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നിട്ടുണ്ട്. കേരളത്തെ വർഗീയ വിമുക്തമാക്കുക, മതനിരപേക്ഷമാക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയാണ് CPIM നേതൃത്വത്തിൽ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ കൂട്ടായ്മയോടുകൂടി നടത്തുന്നത്. ഹണി, ചട്ടമ്പി സ്വാമി ദിനാചരണത്തോടനുബന്ധിച്ച് CPIM-ഉം സാംസ്കാരിക സംഘടനകളും സംയുക്തമായി നടത്തുന്ന നമ്മളൊന്ന് ഘോഷയാത്ര കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് വി ജോഷില നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. SBT ചീഫ് ജനറൽ മാനേജർ ആദി കേശവനെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പ്രതികാര നടപടിയാണെന്ന് കരുതുന്ന സാഹചര്യത്തിൽ നീതി ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ജീവൻ ചേർന്നു. ജീവൻ, എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി അയച്ച കത്തിലുള്ളത്? ഹണി, SBT ചീഫ് ജനറൽ മാനേജറായ സാദി കേശവനെ ഹൈദരാബാദിലേക്ക് സ്ഥലം മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകുകയാണ്. വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണ നേതാക്കന്മാരും വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ആദി കേശവനെ സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയത്. ജീവനക്കാർ പ്രതിഷേധിക്കുന്ന പശ്ചാത്തലത്തിൽ പരാതി പരിശോധിക്കണമെന്നും അദ്ദേഹം തന്റെ കത്തിൽ ആവശ്യപ്പെടുന്നു. നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ആവശ്യമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SBTയുടെ ചീഫ് ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള അടിയന്തര മെയിൽ സന്ദേശം ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ആദി കേശവനെ തേടിയെത്തിയത്. ഉടനടി ചുമതലകളിൽ നിന്നൊഴിയാനും ഹൈദരാബാദിലെ ഓഡിറ്റ് വിഭാഗത്തിൽ ജോയിൻ ചെയ്യാനുമായിരുന്നു നിർദ്ദേശം. SBT SBI ലയനത്തിന് മുന്നോടിയായുള്ള ബാങ്കിന്റെ ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്താൻ ബോർഡ് യോഗം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു ആദി കേശവൻ. ജീവനക്കാരുടെ ഇൻക്രിമെന്റ് അടക്കമുള്ള ആനുകൂല്യങ്ങളിൽ കുറവ് വരുത്താൻ ഇടയാക്കരുതെന്ന് ബോർഡ് യോഗത്തിൽ ആദി കേശവൻ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ലയനത്തെ സംബന്ധിച്ചുള്ള നിയമപ്രശ്നങ്ങളിലെ അവ്യക്തതകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൊട്ടു പിന്നാലെയാണ് SBTയിലെ തീരെ അപ്രധാനമായ ഓഡിറ്റ് വിഭാഗത്തിലേക്ക് ആദി കേശവനെ മാറ്റി നിയമിച്ചുകൊണ്ട് SBTയുടെ ചെയർമാൻ അരുന്ധതി ഭട്ടാചാര്യ ആ ഉത്തരവ് പുറത്തിറക്കിയത്. ഇതിനെ തുടർന്ന് ജീവനക്കാരുടെ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്ഥാനമാറ്റം സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണെന്ന് SBTയുടെ MD CR ശശികുമാർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനും KPC അധ്യക്ഷൻ VM സുധീരനും ആദി കേശവനെതിരായ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഹണി, ജീവൻകുമാർ തിരുവനന്തപുരത്ത് നിന്നും. RSSനെതിരായ മാനനഷ്ട കേസിൽ മലക്കം മറിഞ്ഞ് രാഹുൽ ഗാന്ധി. മഹാത്മാഗാന്ധി വധത്തിനു പിന്നിൽ RSS ആണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി. എന്നാൽ RSSലെ ചിലരാണ് വധം നടത്തിയതെന്നും രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ പറഞ്ഞു. മഹാത്മാഗാന്ധി വധത്തിനു പിന്നിൽ RSS ആണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ മാനനഷ്ട കേസിലാണ് പുതിയ വഴിത്തിരിവ്. RSS ആണ് വധത്തിനു പിന്നിലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രാഹുൽ ഗാന്ധി അറിയിച്ചു. അതേസമയം RSSുമായി ബന്ധപ്പെട്ട ചിലരാണ് വധം നടത്തിയത്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായി. RSS അല്ല വധത്തിന് പിന്നിലെന്ന് രാഹുൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കേസ് ഹർജിക്കാരന് പിൻവലിക്കാമെന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. ഇക്കാര്യത്തിൽ തുടർവാദത്തിനായി അടുത്ത മാസം 1 കേസ് മാറ്റി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മഹാരാഷ്ട്രയിലെ ഭിവാണ്ടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഗാന്ധിവധത്തിനു പിന്നിലെ RSS ബന്ധം രാഹുൽ ആരോപിച്ചത്. ഇതിനെതിരെ സംഘപരിവാർ പ്രവർത്തകനായ രാജേഷ് കുന്ദ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. രാഹുലിന്റെ പ്രസംഗം RSSന് മാനഹാനിയുണ്ടാക്കിയെന്ന് ഹർജിക്കാരൻ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാടക ഗർഭധാരണത്തിന് ഇന്ത്യയിൽ നിയന്ത്രണം വരുന്നു. വിവാഹം കഴിച്ചിട്ടും കുട്ടികളില്ലാത്തവർക്ക് മാത്രമായി വാടക ഗർഭധാരണം നിയന്ത്രിക്കുന്ന ബിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ ഇനി വാടക ഗർഭധാരണം അനുവദിക്കൂ. കച്ചവട താൽപര്യത്തോടെയുള്ള വാടക ഗർഭധാരണം ഇന്ത്യയിൽ വ്യാപകമായ സാഹചര്യത്തിലാണ് നീക്കമെന്ന് കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു. 46 ദിവസം പിന്നിടുന്ന കാശ്മീർ സംഘർഷത്തിന് പരിഹാരം തേടിയാണ് 2ാം തവണയും രാജ്നാഥ് സിംഗ് കാശ്മീരിലെത്തിയിരിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി രാജീവ് മിശ്രയോടൊപ്പം എത്തിയ രാജ്നാഥിന്റെ കൂടിക്കാഴ്ചകൾ ആരംഭിച്ചു. കാശ്മീരിൽ വിന്യസിച്ചിട്ടുള്ള സുരക്ഷാ സേനാ തലവന്മാരുമായി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭരണ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി വിശദമായ വാർത്തകളിലേക്ക്. അടിമാലിയിൽ 9 വയസ്സുകാരൻ മർദ്ദനത്തിനിരയായ സംഭവത്തിൽ മാതാപിതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. കുട്ടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇടുക്കി അടിമാലിയിൽ
മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 9 വയസ്സുകാരന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ഗുരുതര നിലയിൽ നസീർ സെലീന ദമ്പതികളുടെ മൂത്ത മകനെ വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന് സമീപത്തു നിന്നും കുരങ്ങന്റെ ആക്രമണത്തിലാണ് പരിക്കേറ്റതെന്നാണ് കുട്ടി ആദ്യം പോലീസിനും ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കും നൽകിയ മൊഴി. എന്നാൽ ഇന്ന് രാവിലെ ആശുപത്രിയിലെത്തിയ പോലീസിനോട് കുട്ടി മൊഴി മാറ്റി പറഞ്ഞു. മാതാപിതാക്കളുടെ മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്നാണ് കുട്ടി പോലീസിന് നൽകിയ പുതിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് മാതാപിതാക്കൾക്കെതിരെ കേസെടുത്തു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമത്തിനാണ് കേസ്. അതേസമയം മർദ്ദനമേറ്റ കുട്ടിയുടെ സഹോദരൻ കുരങ്ങന്റെ ആക്രമണത്തിലാണ് ജ്യേഷ്ഠന് പരിക്കേറ്റതെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. നസീർ സെലീന ദമ്പതികൾക്ക് ഇവരെ കൂടാതെ 3 മാസം പ്രായമുള്ള കുട്ടിയുമുണ്ട്. നസീർ കഞ്ചാവ് കേസിൽ നിലവിൽ റിമാൻഡിലാണ്. മുലകുടി മാറാത്ത കുട്ടിയുള്ളതിനാൽ കൂടുതൽ അന്വേഷണത്തിന് ശേഷമാകും സെലീനയെ കോടതിയിൽ ഹാജരാക്കുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പീപ്പിൾ എക്സ്ക്ലൂസീവ് സാമ്പത്തിക ഞെരുക്കത്തെ തുടർന്ന് ചെലവുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങി ധനവകുപ്പ്. ഓണത്തിന് ശേഷം ഒന്നിലധികം പെൻഷൻ വാങ്ങുന്നത് ഏകീകരിക്കും. ഇതിനായുള്ള പ്രാരംഭ നടപടികൾ ധനവകുപ്പ് ആരംഭിച്ചു. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനും നികുതി പിരിവ് ഊർജിതപ്പെടുത്താനും സർക്കാർ കർശന നടപടിയെടുക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. സംസ്ഥാനത്തെ ധനസ്ഥിതി വലിയ ഞെരുക്കത്തിലായ പശ്ചാത്തലത്തിലാണ് ചെലവുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ധനവകുപ്പ് തീരുമാനിച്ചത്. ഓണത്തിന് ശേഷമാകും നിയന്ത്രണ നടപടികൾ ആരംഭിക്കുക. ആദ്യഘട്ടത്തിൽ ചെലവുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനമെന്ന് ധനമന്ത്രി ടി.എം. തോമസ് ഐസക് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഈ മാസം അവസാനിക്കുമ്പോൾ ഏതാണ്ട് 1000 കോടി രൂപ കമ്മിയിലായിരിക്കും ട്രഷറി. അപ്പോൾ ഈ സ്ഥിതിശേഷം മറികടക്കാൻ ചെലവുകളിൽ ഇനി കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിലധികം പെൻഷൻ വാങ്ങുന്നത് ഏകീകരിച്ച് ഒറ്റ പെൻഷനാക്കും. ഒന്നിലധികം പെൻഷനുകൾ വാങ്ങുന്നവരുടെ കണക്കുകൾ എടുത്ത് വേർതിരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും ധനമന്ത്രി പറഞ്ഞു. നാട്ടിലുള്ളവരൊക്കെ ഡബിൾ പെൻഷൻ 3 പെൻഷനൊക്കെയാണ് ഇപ്പോൾ വാങ്ങുന്നത്. അതിനുള്ള അർഹതയില്ല എന്ന് വ്യക്തമാക്കിയിട്ട് 1000 രൂപയുടെ ഒരു പെൻഷന് അർഹതയുണ്ട്. ഓണത്തിന് സമയത്ത് പെൻഷൻ നൽകണം എന്ന് വാശിയുള്ളത് കൊണ്ട് ഇതിപ്പോ ആകെ തിരയുന്നതിന് തീരുമാനിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് ഇത് പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. കൂടാതെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കർശന നടപടികളും സ്വീകരിക്കും. നികുതി പിരിവ് ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റുകളിൽ നടപടികളിലേക്ക് കടക്കും. ഈ ധനകാര്യ വർഷം ആരംഭിച്ചപ്പോൾ മുതൽ കഴിഞ്ഞ സർക്കാർ കടമെടുത്തതുകൊണ്ട് ഈ മാസം അവസാനത്തോടെ 8000 കോടി എന്ന വായ്പാ പരിധിയും കഴിഞ്ഞതായി ധനമന്ത്രി വ്യക്തമാക്കി. ട്രഷറി പൂട്ടുന്നതിൽ നിന്നും കരകയറ്റാനാണ് ഇത്തരം കർശന നടപടികളിലേക്ക് നീങ്ങുന്നതെന്നും മന്ത്രി തോമസ് ഐസക് വിശദീകരിച്ചു. എസ് ഷീജ, തിരുവനന്തപുരം. പ്രശസ്ത നടൻ വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖരന് കാലുവഴുതി വീണ് ഗുരുതര പരിക്ക്. കോട്ടയം കുമരകം റിസോർട്ടിൽ വെച്ചായിരുന്നു സംഭവം. തലയ്ക്കും നട്ടലിനും പരിക്കേറ്റ ചന്ദ്രശേഖരനെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം കുമരകത്തെ റിസോർട്ടിലെ ശുചിമുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ കാൽവഴുതി വീണാണ് എസ് എ ചന്ദ്രശേഖരന് പരിക്കേറ്റത്. പിന്നോട്ടുള്ള വീഴ്ചയിൽ തലയ്ക്കും നട്ടലിനും ക്ഷതമേറ്റിരുന്നു. രാവിലെ 9 മണിയോടെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. അടിയന്തര പരിശോധനകൾക്ക് വിധേയമാക്കി. തലക്കേറ്റ ക്ഷതം മരുന്നുകൊണ്ട് ഭേദപ്പെടുമെന്നും അതേസമയം വീഴ്ചയിൽ നട്ടലിന് കാര്യമായ പരുക്കുണ്ടെന്നും അദ്ദേഹത്തെ ചികിത്സിച്ച ന്യൂറോ സർജൻ ഡോക്ടർ അനീസ് എം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ട്. ഇഞ്ചുറി ഉള്ളതിന്റെ പാർട്ടായിട്ട് പുള്ളിക്ക് 2 കൈക്ക് ഉണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നാൽ ചിലപ്പോൾ കഴുത്തിന് താഴോട്ട് മൊത്തം തുടർന്നു പോകാൻ വരെയുള്ള സാധ്യതയുള്ള കാര്യമാണ്. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ചന്ദ്രശേഖരന്റെ ആരോഗ്യസ്ഥിതി ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രശേഖരനും വിജയുടെ കുടുംബാംഗങ്ങളും അടങ്ങുന്ന സംഘം കുമരകത്തെത്തിയത്. ചന്ദ്രശേഖരൻ 70ഓളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെമുല ദളിതനല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നിയോഗിച്ച കമ്മീഷന്റേതാണ് റിപ്പോർട്ട്. ഈ മാസം ആദ്യം ജസ്റ്റിസ് A.K. രൂപൻവാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് രോഹിത് വെമുല ദളിതനല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. രോഹിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയനായ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പി അപ്പാറാവുവിനെ വെള്ളപൂശുന്ന നിലപാടാണ് അന്വേഷണ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. രോഹിത്തിന്റെ ആത്മഹത്യയിൽ അപ്പാറാവുവിന് പങ്കില്ലെന്നാണ് കണ്ടെത്തൽ. എന്നാൽ കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ റിപ്പോർട്ടിന് കടകവിരുദ്ധമാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ഇപ്പോഴത്തെ നിലപാട്.
അതേസമയം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച കാര്യത്തിൽ HRD മന്ത്രാലയത്തിന് വ്യക്തതയില്ല. രോഹിത് വെമുലയുടെ ആത്മഹത്യ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര മാനവവിഭവശേഷി വികസന മന്ത്രാലയം അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ രോഹിത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന ഗുണ്ടൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് നിലനിൽക്കുന്നതിനാൽ ഇപ്പോഴത്തെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കേസിനെ ബാധിക്കില്ല. രോഹിത് വെമുലയുടെ മരണം വിവാദമായപ്പോൾ തന്നെ അദ്ദേഹം പട്ടികജാതിക്കാരനല്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്. UK-യിലെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രതിനിധികൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായും മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടനിലെ മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ചും നഴ്സിംഗ് മേഖലയിൽ നടപ്പാക്കുന്ന പ്രത്യേക പരിശീലനം സംബന്ധിച്ചുമുള്ള പ്രോജക്ട് റിപ്പോർട്ട് സംഘം മന്ത്രിമാർക്ക് കൈമാറി. രണ്ട് മേഖലകളിലും ബ്രിട്ടൻ തുടരുന്ന മാതൃകകൾ കേരളത്തിന് അനുകരണീയമാണെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. സുഗതൻ തെക്കേപ്പുര, സിജോ വേലങ്കുന്നേൽ, സാജൻ സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മന്ത്രിമാരെ കണ്ട് പദ്ധതികൾ വിശദീകരിച്ചത്.